എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരിടയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം 2025 ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് തുടങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. ഈ മാസം 15-ാം തീയതി ആയിരിക്കും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് തുടക്കമാവുക. എന്തായാലും ആദ്യ മത്സരം തന്നെ ഇന്റർ മിയാമിയുടെ മത്സരമാണ് വരുന്നത്. ഗ്രൂപ്പ് എയിലാണ് നിലവിൽ ഇന്റർ മിയാമി ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇന്റർ മിയാമിയുടെ ആദ്യ മത്സരം ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 5:30 നടക്കുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ മത്സരങ്ങൾ നമുക്ക് എങ്ങനെ ഇന്ത്യയിൽ കാണാൻ സാധിക്കും എന്നത് ആരാധകർ ചോദിക്കുന്നുണ്ട്. ടി വിയിലും അതുപോലെ തന്നെ മൊബൈലിലും കാണാൻ പറ്റുമോ എന്നതും ആരാധകർ നിലവിൽ ചോദിക്കുന്നുണ്ട്. എന്തായാലും ടി വിയിലും അതുപോലെ തന്നെ മൊബൈലിലും നമുക്ക് ഇന്ത്യയിൽ മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കും. അതിൽ 2 വഴികളിലൂടെ നമുക്ക് മൊബൈലിൽ ഫ്രീ ആയി തന്നെ മത്സരം വീക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും നമുക്ക് ഏത് ചാനലിലൂടെയാണ് അതുപോലെ തന്നെ മൊബൈലിൽ ഏതിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നതിനെ പറ്റി നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇതേ വീഡിയോയുടെ തന്നെ കടക്കാം. എന്തായാലും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നമുക്ക് ഇന്ത്യയിൽ ടി വി കാണാൻ സാധിക്കുക യൂറോ സ്പോർട്സ് എന്ന് പറയുന്ന ചാനലിലൂടെ ആയിരിക്കുമെന്നാണ് നിലവിൽ അറിയുന്നത്. എന്നാൽ യൂറോ സ്പോർട്സിലൂടെ നമുക്ക് എല്ലാ മത്സരങ്ങളും വീക്ഷിക്കേണ്ട സാധിക്കില്ല. അവർ ചില മത്സരങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മത്സരങ്ങൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ടി വിയിൽ നമുക്ക് യൂറോ സ്പോർട്സ് വഴിയായിരിക്കും മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ മൊബൈലിലേക്ക് എത്തുമ്പോൾ 3 വഴികൾ നമുക്ക് കാണാനായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഫാൻ കോഡാണ്. ഫാൻ കോഡിൽ നമുക്ക് എന്തായാലും ചില പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യത്തെ ഒരു 5 മിനിറ്റ് മാത്രമേ നമുക്ക് ഫ്രീ ആയി മത്സരം വീക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്നത് 2 ഫ്രീ ആയി കാണാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. അതിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡാസൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതൊരു ആപ്പാണ്. ഇതിൽ സ്പോർട്സ് എല്ലാം അവർ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ഫ്രീ ആയിട്ടാണ് സംപ്രേഷണം നടത്തുന്നതെന്നാണ് അറിയുന്നത്. എന്നാൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ എല്ലാ മത്സരങ്ങളും ഇന്ത്യയിൽ അവർ സൗജന്യമായി സംപ്രേഷണം ചെയ്യുമെന്നാണ് നിലവിൽ അറിയുന്നത്. അതുപോലെ തന്നെ അടുത്ത വഴി എന്ന് പറയുന്നത് ഫിഫ തന്നെ ഇപ്പോൾ മത്സരങ്ങൾ സൗജന്യമായി ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ അവരുടെ ആപ്പും നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും അവരും സൗജന്യമായി തന്നെ മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുമെന്നാണ് നിലവിൽ അറിയുന്നത്. എന്തായാലും ഫ്രീ ആയി ഇപ്പോൾ മത്സരങ്ങൾ കാണാൻ സാധിക്കുക ഡാസിൻ എന്ന് പറയുന്ന ആപ്പും അതുപോലെ തന്നെ ഫിഫയുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ അവരുടെ ആപ്പും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മത്സരം വീക്ഷിക്കാൻ സാധിക്കും. അത് ഫ്രീ ആയി തന്നെ മത്സരം വീക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും ഇത് ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്.